കൊല്ലം കോർപ്പറേഷനിൽ നികുതി അടയ്ക്കാതെ CITU ഉൾപ്പെടെ വമ്പന്മാർ. നികുതി ഇനത്തിൽ CITU അടയ്ക്കാനുള്ളത് 7 ലക്ഷത്തിലധികം രൂപയാണ്. നികുതി വെട്ടിപ്പ് നടത്തുന്നവരിൽ SMP ഗ്രൂപ്പും തോംസൺ ജോൺ മുത്തൂറ്റും ഉൾപ്പെടെ 30-ലേറെ പേരുണ്ട്. നികുതി പിരിവിൽ കൊല്ലം കോർപ്പറേഷൻ ഒത്താശ ചെയ്യുന്നുവെന്നും ആരോപണമുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കോടികളും ലക്ഷങ്ങളും നികുതി നൽകാതെ കൊല്ലം കോർപ്പറേഷനിൽ വമ്പന്മാർ തല ഉയർത്തി നിൽക്കുന്നു. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇതൊന്നും ഖജനാവിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം കൊല്ലം കോർപ്പറേഷനില്ലേ? ഇവരെ സഹായിക്കുന്ന സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഞെരുങ്ങുമ്പോഴാണ് നികുതി പിരിവിൽ കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്ന ഗുരുതര പിഴവിന്റെ വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ അന്വേഷണത്തിൽ വെളിവായത് കോടികളുടെ നികുതി വെട്ടിപ്പാണ്. 5 ലക്ഷം മുതൽ 1.5 കോടിയോളം രൂപ നികുതി നൽകാത്തവരുടെ പട്ടിക ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. 30-ലധികം പേരുടെ പട്ടികയാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. പട്ടികയിൽ കൊല്ലം ജില്ലാ ചുമട്ടുതൊഴിലാളി ആസ്ഥാനമായ CITU ഭവനം ഉൾപ്പെടുന്നു. 2016 മുതലുള്ള നികുതി ഇനത്തിൽ CITU അടയ്ക്കാനുള്ളത് 7,30,378 രൂപ. 1994 മുതൽ നികുതി കുടിശ്ശിക വരുത്തിയവരുടെ വിവരങ്ങൾ പട്ടികയിലുണ്ട്. സിൽക്ക് വേൾഡ് 31,37,915 രൂപ. ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ 15,34,661 രൂപ. തോംസൺ ജോൺ മുത്തൂറ്റ് 1,53,775 രൂപ. മതിലിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയം നൽകാനുള്ളത് 10,66,662 രൂപ. കിരൺ ഫർണിച്ചർ 8,11,650. നഗരത്തിലെ രാമവർമ്മ ക്ലബ്ബ് 69,93,226 എന്നിങ്ങനെ നികുതി നൽകാത്ത വമ്പന്മാരുടെ പട്ടിക നീളുന്നു. നികുതി പിരിക്കുന്നതിൽ കൊല്ലം കോർപ്പറേഷൻ കടുത്ത അനാസ്ഥ നടത്തുന്നതായിട്ടാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം. വമ്പന്മാർക്കായി കോർപ്പറേഷൻ ഒത്താശ ചെയ്യുന്നുവെന്നും BJP കൗൺസിലർ ശൈലജ ആരോപിച്ചു. കോർപ്പറേറ്റുകളെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കോർപ്പറേഷന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം കെട്ടിക്കിടക്കുന്ന ലക്ഷം കോടിക്കണക്കിന് ടാക്സുകളാണ് നമുക്ക് പിരിച്ചെടുക്കാനുള്ളത്. നമ്മൾ ഈ ടാക്സ് കൃത്യമായിട്ട് കൊല്ലം കോർപ്പറേഷൻ നമ്മൾ പിരിച്ചെടുത്തുകൊണ്ട് നടത്തിയിരുന്നു എങ്കിൽ നമ്മുടെ വികസന പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലൊരു ലോബി തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. നികുതി നൽകാത്തവരിൽ പലരുടെയും കേസുകൾ ഹൈക്കോടതിയിലെത്തി. രാമവർമ്മ ക്ലബ്ബ്, ലിറ്റി വിശ്വനാഥൻ തുടങ്ങിയവർ നികുതി അടവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനുമായി നിയമപോരാട്ടത്തിലാണ്. ഇത് ഇനിയും തീരുമാനമായിട്ടില്ല. ന്യൂസ് മലയാളം, കൊല്ലം.